നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വേനൽച്ചൂട് കടുത്തതോടെ ഇടുക്കി ചെറുതോണിപ്പുഴയിൽ വിനോദസഞ്ചാരികളുടെയും വിദ്യാർത്ഥികളുടെയും വൻ തിരക്കാണ്. എന്നാൽ യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളോ മുന്നറിയിപ്പ് ബോർഡുകളോ ഇല്ലാതെയാണ് പലരും ഈ മരണക്കയങ്ങളിലേക്ക് ഇറങ്ങുന്നത്. അടിമാലി വാളറ കുളമാങ്കുഴി മേഖലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റക്കൊമ്പൻ എന്ന വിളിപ്പേരുള്ള കാട്ടാന കൃഷിനാശം വരുത്തുന്നതായി പരാതി. ഇടമലക്കുടി റേഷൻ തട്ടിപ്പ് സംബന്ധിച്ച് വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തെ തുടർന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2 സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. സേനാപതി മേലേച്ച് പെണ്ണാറിന് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട ജീപ്പ് താഴ്ചയിലേക്ക് പതിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം. വിശദമായ വാർത്തകളിലേക്ക്. വേനൽച്ചൂട് കടുത്തതോടെ ഇടുക്കി ചെറുതോണിപ്പുഴയിൽ വിനോദസഞ്ചാരികളുടെയും വിദ്യാർത്ഥികളുടെയും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളോ മുന്നറിയിപ്പ് ബോർഡുകളോ ഇല്ലാതെയാണ് പലരും ഈ മരണക്കയങ്ങളിലേക്ക് ഇറങ്ങുന്നത്. മുൻപ് നിരവധി ജീവനുകൾ പൊലിഞ്ഞ ഈ പുഴയിൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന രീതിയിലുള്ള വിനോദങ്ങളാണ് യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇപ്പോൾ നടക്കുന്നത്. വലിയൊരു ദുരന്തം ആവർത്തിക്കുന്നതിന് മുൻപ് ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. മറ്റ് ജില്ലകളിൽ നിന്നുൾപ്പെടെ എത്തുന്ന നിരവധി വിദ്യാർത്ഥികളും വിനോദസഞ്ചാരികളുമാണ് പുഴയുടെ ആകർഷണത്തിൽപ്പെട്ട് കുളിക്കാനായി വെള്ളത്തിലിറങ്ങുന്നത്. പുഴയിലെ വലിയ പാറക്കെട്ടുകളിൽ വലിഞ്ഞുകയറി അപകടകരമാംവിധം സെൽഫിയും ഫോട്ടോകളും എടുക്കുന്നതും ഇവിടുത്തെ പതിവ് കാഴ്ചയാണ്. കാൽ വഴുതിയാൽ വലിയ അപകടം ഉറപ്പാണെങ്കിലും ഇതൊന്നും വകവയ്ക്കാതെയാണ് പലരുടെയും ആഘോഷം. പുറമേ ശാന്തമെന്ന് തോന്നുമെങ്കിലും വലിയ ചതിക്കുഴികളുള്ള പ്രദേശമാണിത്. മുൻപ് നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടുത്തെ കയ്യത്തിൽ അകപ്പെട്ട മരണപ്പെട്ടിട്ടുണ്ട്. പുഴയുടെ അടിത്തട്ടിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെയാണ് പലരും പുഴയിലേക്ക് എടുത്തു ചാടുന്നത്. അതേസമയം യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളുമില്ലാത്ത പുഴയിൽ പലരും മദ്യലഹരിയിൽ എടുത്തു ചാടുന്നതും അപകട ഭീഷണി ഇരട്ടിയാക്കുന്നു. ഇനിയും വിലപ്പെട്ട ജീവനുകൾ ഈ പുഴയിൽ പൊലിയാതിരിക്കാൻ ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം. തൊട്ടു താഴെ കാണുന്ന പുഴയിൽ നിരവധിയായ ആളുകൾ വന്ന് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ കുളിക്കാനും മറ്റുള്ള കാര്യത്തിനും റോഡിലേക്ക് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുക. ഈ കഴിഞ്ഞ എനിക്ക് എൻ്റെ പ്രായത്തിനിടയ്ക്ക് തോന്നുന്നത് ഒരു 10-25 പേരെങ്കിലും ഈ വെള്ളത്തിൽ വന്ന് വീണ് മരിക്കുകയും, അത് വെള്ളം വളരെ ഇതായിട്ട് തെളിഞ്ഞാൽ കിടക്കുന്നത്. പക്ഷെ അതിന്റെ മുകളിൽ വന്ന് വീഴുന്ന ആളുകൾ വലിയ അതിനകത്തേക്ക് ചെന്ന് വീണ് മരിക്കുന്ന സാഹചര്യമുണ്ട്. ഒരു നിയന്ത്രണം ഇല്ല ഇവിടെ. അപകട മേഖലകളിൽ വിവിധ ഭാഷകളിലുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ അടിയന്തരമായി സ്ഥാപിക്കുക. അപകട സാധ്യത കൂടിയ പാറക്കെട്ടുകളിലേക്കും കയങ്ങളിലേക്കും ആളുകൾ ഇറങ്ങുന്നത് തടയാൻ സുരക്ഷാ വേലികൾ നിർമ്മിക്കുക. തിരക്കേറിയ സമയങ്ങളിൽ പോലീസിന്റെയോ ലൈഫ് ഗാർഡുകളുടെയോ നിരീക്ഷണം ഏർപ്പെടുത്തുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. ദുരന്തങ്ങൾ സംഭവിച്ചതിനു ശേഷം മാത്രം ഉണർന്നു പ്രവർത്തിക്കുന്ന അധികൃതരുടെ പതിവ് രീതി ഇവിടെയെങ്കിലും മാറേണ്ടതുണ്ട്. വേനൽ അവധിക്കാലം ആരംഭിച്ചതോടെ ഇവിടേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് വരും ദിവസങ്ങളിൽ ഇനിയും വർദ്ധിക്കും. അതിനു മുൻപ് തന്നെ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെങ്കിൽ ഈ പുഴ ഇനിയും നിരവധി ജീവനുകൾ കവർന്നെടുത്തേക്കാം. സിറ്റി വിഷൻ, ഇടുക്കി. അടിമാലി വാളറ കുളമാങ്കുഴി മേഖലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റക്കൊമ്പൻ എന്ന വിളിപ്പേരുള്ള കാട്ടാന കൃഷിനാശം വരുത്തുന്നതായി പരാതി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി വാളറയിലും സമീപ മേഖലകളിലുമായി കാട്ടാന ചുറ്റിത്തിരിയുന്ന സ്ഥിതിയുണ്ട്. കാട്ടാന ജനവാസ മേഖലയിൽ തുടർന്നാൽ വലിയ നാശം വരുത്തുന്ന സ്ഥിതിയുണ്ടാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ 23-ാം വാർഡിൽ ഉൾപ്പെടുന്ന വാളറ കുളമാങ്കുഴി മേഖലയിലാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റക്കൊമ്പൻ എന്ന വിളിപ്പേരുള്ള കാട്ടാന കൃഷിനാശം വരുത്തുന്നത്. രാത്രികാലങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന കാട്ടാന കൃഷി ദേഹദണ്ഡങ്ങൾക്ക് നാശം വരുത്തുന്ന സ്ഥിതിയുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി വാളറയിലും സമീപ മേഖലകളിലുമായി കാട്ടാന ചുറ്റിത്തിരിയുന്നുവെന്നും ആന ജനവാസ മേഖലയിൽ തുടർന്നാൽ വലിയ നാശം വരുത്തുന്ന സ്ഥിതിയുണ്ടാകുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. വന്നിട്ട് ഇവിടെ ഒരു 2 കിലോമീറ്ററോളം ഫെൻസിംഗ് ഇല്ല. ആ ഫെൻസിങ് കവർ ചെയ്താണ് ആന ഇന്നലെ രാത്രി നുള്ളിമുടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നുള്ളിമുടി ഉണ്ട് ഇവിടെ, ഞങ്ങളുടെ ആൾക്കാർ ശവം കിടക്കുന്ന സ്ഥലം. അവിടെ മട്ടം കിടന്ന് അതിലേക്ക് കടന്ന്
സിബിയുടെ വാഴ നശിപ്പിച്ച് സാങ്കുട്ടർ പറമ്പിലിറങ്ങി. സാങ്കുട്ടർ പറമ്പിലിറങ്ങിയിട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടുപുറകിലേക്ക് മാറി നിൽപ്പുണ്ടവിടെ. കാട്ടാന ശല്യം പ്രതിരോധിക്കാൻ ഈ മേഖലയിൽ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ചില ഭാഗങ്ങളിൽ കൂടി വൈദ്യുതി വേലിയുടെ പ്രവർത്തനം പൂർണ്ണതോതിൽ കാര്യക്ഷമമാക്കേണ്ടതായുണ്ടെന്ന് പരിസരവാസികൾ പറയുന്നു. ഈ പ്രദേശത്തു കൂടിയാണ് പ്രധാനമായും കാട്ടാന ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. വൈദ്യുതി വേലിയുടെ പ്രവർത്തനം പൂർണ്ണതോതിലാക്കണമെന്ന ആവശ്യം നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നു. കൃഷിയിടങ്ങളിൽ ചക്ക മൂപ്പത്തി വരുന്ന സമയമായതിനാൽ കാട്ടാന ശല്യം രൂക്ഷമാകുമോ എന്ന ആശങ്ക ആളുകൾക്കുണ്ട്. മുൻകാലങ്ങളിൽ വാളറ, കുളമാങ്കുഴി മേഖലകളിൽ ഇറങ്ങിയ കാട്ടാനകൾ വലിയ തോതിൽ നാശം വരുത്തുകയും ജനകീയ പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു. ജനവാസ മേഖലയിലേക്ക് എത്തിയ കാട്ടാനയെ തുരത്താൻ വനംവകുപ്പ് നടപടി ആരംഭിച്ചതായാണ് വിവരം. സിറ്റി വിഷൻ, അടിമാലി. ഇടമലക്കുടി റേഷൻ തട്ടിപ്പ് സംബന്ധിച്ച വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തെ തുടർന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2 സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. ഉദ്യോഗസ്ഥർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടിയെന്നാണ് വിവരം. ഇടമലക്കുടി റേഷൻ തട്ടിപ്പിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായി വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇടമലക്കുടി റേഷൻ തട്ടിപ്പിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായി വിജിലൻസ് വിഭാഗം കഴിഞ്ഞ ദിവസം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. സിവിൽ സപ്ലൈസ് വിജിലൻസ് ഓഫീസർ തയ്യാറാക്കിയ റിപ്പോർട്ടിലായിരുന്നു ഇത് സംബന്ധിച്ച പരാമർശമുണ്ടായിരിക്കുന്നത്. ഇടമലക്കുടിയിലെ ഗോഡൌണിലും റേഷൻ കടകളിലും വർഷങ്ങളായി നടക്കുന്ന തട്ടിപ്പ് കണ്ടെത്തുന്നതിനോ പരിശോധന നടത്തി നടപടികളെടുക്കുന്നതിനോ ഉദ്യോഗസ്ഥർ ശ്രമിച്ചില്ല. 2 മാസത്തിലൊരിക്കൽ പോലും റേഷൻ കടകളിലെത്തി പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല തുടങ്ങിയ പരാമർശങ്ങളായിരുന്നു റിപ്പോർട്ടിലുണ്ടായിരുന്നത്. ഇതിനു പിന്നാലെയാണിപ്പോൾ 2 സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. 65 ടൺ അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങളായിരുന്നു പലപ്പോഴായി ഇടമലക്കുടിയിലെ റേഷൻ കടകളിൽ നിന്നും നഷ്ടമായത്. സംഭവത്തിൽ വിതരണ ചുമതലയുണ്ടായിരുന്ന ഗിരിജൻ സൊസൈറ്റി സെക്രട്ടറിക്കെതിരെ മൂന്നാർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാതെ ദുരുപയോഗം ചെയ്തതിലൂടെ 26.99 ലക്ഷം രൂപയുടെ നഷ്ടം സർക്കാരിനുണ്ടായെന്ന് കാട്ടി നൽകിയ പരാതിയിലാണ് കേസ്. ഇതിനു പിന്നാലെയാണിപ്പോൾ റേഷൻ വിതരണം കൃത്യമായി നടത്തുവാൻ മേൽനോട്ടം വഹിക്കേണ്ടിയിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയതായി കണ്ടെത്തി നടപടി സ്വീകരിച്ചിട്ടുള്ളത്. സിറ്റി വിഷൻ, മൂന്നാർ. സേനാപതി മേലെ ചെമ്മണ്ണാറിന് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട ജീപ്പ് താഴ്ചയിലേക്ക് പതിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം, 3 പേർക്ക് പരിക്ക്. ഉടുമ്പൻചോല സ്വദേശിനി സിനുവാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രി ഏകദേശം 9 മണിയോടെ മേലെ ചെമ്മണ്ണാർ ജംഗ്ഷനിലാണ് അപകടം നടന്നത്. വട്ടപ്പാറ ഭാഗത്തു നിന്നും ഉടുമ്പൻചോല ഭാഗത്തേക്ക് വരികയായിരുന്ന ജീപ്പ് കുത്തിറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം മേലെ ചെമ്മണ്ണാർ ജംഗ്ഷനിലെ സെന്റ് മേരീസ് യാക്കോബായ പള്ളിയുടെ ചാപ്പലിന്റെ നേർച്ചപ്പെട്ടി ഇടിച്ചു തെറിപ്പിച്ച സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിലൂടെ താഴേക്ക് പതിക്കുകയായിരുന്നു. വലിയ ശബ്ദം കേട്ട നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റവരെ നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സിനുവിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സിനുവിന്റെ ദേഹത്തൂടെ ജീപ്പ് കയറി ഇറങ്ങിയതായാണ് വിവരം. ഇതിനു മുമ്പും ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. അപകടത്തിൽ ജീപ്പ് പൂർണ്ണമായും തകർന്നു. സിറ്റി വിഷൻ, സേനാപതി. അടിമാലി കല്ലാർകുട്ടിക്ക് സമീപം KSRTC ബസ് അപകടത്തിൽപ്പെട്ടു. KSRTC ബസ് റോഡ് സൈഡിൽ നിന്നും തെന്നിമാറിയതാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അടിമാലി കല്ലാർകുട്ടിക്ക് സമീപം KSRTC ബസ് റോഡ് സൈഡിൽ നിന്നും തെന്നിമാറി അപകടത്തിൽപ്പെട്ടു. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ ബസിന്റെ ഇടതുഭാഗത്തെ പിൻചക്രങ്ങൾ പൂർണ്ണമായും റോഡിൽ നിന്നും തെന്നിമാറുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട ബസ് താഴ്ചയിലേക്ക് പതിക്കാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. അടിമാലിയിൽ നിന്നും കട്ടപ്പനയിലേക്ക് പോയ KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവ സമയത്ത് ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സിറ്റി വിഷൻ, അടിമാലി. മാങ്കുളം കുവൈറ്റ് സിറ്റിയിൽ വാഹനാപകടം. കയറ്റം കയറുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ട്രാവലർ പിറകോട്ടുരുണ്ട പാതയോരത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ നിന്നും യാത്രക്കാർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. മാങ്കുളം ആനക്കുളം റോഡിൽ കുവൈറ്റ് സിറ്റിയിൽ ഇന്നുച്ചയോടെയായിരുന്നു അപകടം നടന്നത്.
വിനോദസഞ്ചാരികൾ യാത്ര ചെയ്യുന്ന ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനം കുവൈറ്റ് സിറ്റിയിൽ നിന്നുള്ള കയറ്റം കയറുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് പിറകോട്ടുരുളുകയും പാതയോരത്തുണ്ടായിരുന്ന സ്പൈസസ് ഷോപ്പിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു. അപകടത്തിൽ നിന്നും യാത്രക്കാർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. വാഹനം പാഞ്ഞു കയറിയതിനെ തുടർന്ന് വ്യാപാര സ്ഥാപനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. ട്രാവലർ ആനക്കുളം ഭാഗത്തേക്ക് പോകുകയായിരുന്നുവെന്നാണ് വിവരം. കുവൈറ്റ് സിറ്റിയിൽ നിന്ന് ആരംഭിക്കുന്ന കൊടുങ്കയറ്റത്തിൽ മുമ്പും സമാന രീതിയിൽ വാഹനാപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സിറ്റി വിഷൻ, മാങ്കുളം. ഇനി ചെറിയൊരിടവേള. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നാരോപിച്ച് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനൊരുങ്ങി ദളിത് സംഘടനകൾ. നീതി ആവശ്യപ്പെട്ട് ഏപ്രിൽ 28-ന് സംസ്ഥാന വ്യാപകമായി ഹർത്താൽ നടത്തുമെന്ന് നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ ചെറുതോണിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 52 ദളിത് സംഘടനകളുടെ പിന്തുണയോടെയാണ് സമരം സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 28-ന് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ ഉടൻ അറസ്റ്റ് ചെയ്യുക, അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിന്റെ അംഗീകാരം റദ്ദാക്കുക, നിതിൻ രാജിന്റെ കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങളാണ് ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വെക്കുന്നത്. ഒന്നിച്ചുകൊണ്ട് ഒരു പോരാട്ടം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി 28-ാം തീയതി നടക്കുന്ന ഹർത്താലിൽ നിങ്ങളുടെ ഈ നാട്ടിലുള്ള വ്യാപാരികൾ, വ്യവസായികൾ, ബസ് മാനേജ്മെന്റ്, തൊഴിലാളികൾ തുടങ്ങിയ നാനാ വിഭാഗത്തിലുള്ള മുഴുവൻ പേരുടെയും ഒരു പങ്കാളിത്തം ഈ ബന്ദ് വിജയിപ്പിക്കാൻ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ വിഷയത്തിൽ കൃത്യമായി ഹർത്താൽ വിജയിപ്പിക്കുന്നതിനായി നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റിയും രൂപീകരിച്ചു. പ്രശാന്ത് രാജു, വിജു പൂവത്താണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഭാരവാഹികളായ ഷാജി പാണ്ഡിമാക്കൽ, PR സുരേഷ് കുമാർ, VS ശശി തുടങ്ങിയവർ ചെറുതോണിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി. തങ്കമണി സെന്റ് തോമസ് സ്കൂളിന്റെയും സ്വരാജ് ഷൈൻ സ്റ്റാർ അക്വാട്ടിക് ആൻഡ് സ്പോർട്സ് അക്കാദമിയുടെയും സംയുക്ത നേതൃത്വത്തിൽ അവധിക്കാല നീന്തൽ പരിശീലന ക്ലാസുകൾ ആരംഭിച്ചു. തങ്കമണി സെന്റ് തോമസ് സ്കൂളിൽ ആരംഭിച്ച പരിശീലന ക്ലാസുകൾ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു നെടുഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്തു. തങ്കമണി സെന്റ് തോമസ് സ്കൂളിന്റെ നീന്തൽക്കുളം കേടുപാടുകൾ പരിഹരിച്ച് പ്രവർത്തന സജ്ജമാക്കിയാണ് നീന്തൽ പരിശീലനം ആരംഭിച്ചത്. തങ്കമണി സെന്റ് തോമസ് സ്കൂളും സ്വരാജ് ഷൈൻ സ്റ്റാർ അക്വാട്ടിക് ആൻഡ് സ്പോർട്സ് അക്കാദമിയും സംയുക്തമായാണ് അവധിക്കാല നീന്തൽ പരിശീലന ക്ലാസുകൾ ആരംഭിച്ചത്. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു നെടുഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്തു. തുടർച്ചയായി ഉണ്ടാകുന്ന മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുന്നതിനായുള്ള നീന്തൽ അവബോധ ക്ലാസിനും ബോധവൽക്കരണ പരിപാടികൾക്കും ഷൈൻ സ്റ്റാർ അക്കാദമി ഡയറക്ടർ വിനോസൻ ജേക്കബ് നേതൃത്വം നൽകി.
അപകടഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും നീന്തൽ പഠിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ചും ക്ലാസിൽ വിവരിച്ചു. സെന്റ് തോമസ് ഫെറോന ചർച്ച് വികാരി ഫാദർ തോമസ് പുത്തൻപുര അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ മധു കെ ജെയിംസ് സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി മാവേലി മുഖ്യപ്രഭാഷണവും നടത്തി. LP സ്കൂൾ ഹെഡ്മിസ്ട്രസ് വിനീത വർഗീസ്, ഫാദർ ബെസ്റ്റോ കുമ്പളന്താനം തുടങ്ങിയവർ സംസാരിച്ചു. പുരുഷ വനിതാ പരിശീലകരുടെ സാന്നിധ്യത്തിലാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും പരിശീലനം നൽകുന്നത്. സിറ്റി വിഷൻ ഇടുക്കി. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം കൈകൾ കോർത്തുപിടിച്ച് വീണ്ടും വിദ്യാലയത്തിലേക്ക്. പഴയ സഹപാഠികളെ കണ്ടും കെട്ടിപ്പിടിച്ചും കിന്നാരം പറഞ്ഞു ഒരു വട്ടം കൂടി പഴയ കാലഘട്ടത്തിലേക്ക് സഞ്ചരിക്കുകയാണ് സേനാപതി മാർ ബേസിൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. പഴയ ചങ്കുകളെ വീണ്ടും കണ്ടുമുട്ടിയ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ. സ്കൂൾ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം മറക്കാനാവാത്ത അനുഭവമാണ് ഓരോരുത്തർക്കും സമ്മാനിച്ചത്. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം പഠിച്ച സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നൊസ്റ്റാൾജിയ സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. 1999 മുതൽ 2003 വരെയുള്ള 8, 9, 10 ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ സംഗമത്തിനാണ് സ്കൂൾ സാക്ഷ്യം വഹിച്ചത്. വർഷങ്ങൾക്ക് ശേഷം ആത്മമിത്രങ്ങളെ കണ്ടുമുട്ടിയതിന്റെ സന്തോഷത്തിൽ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചും പാട്ടുകൾ പാടിയും ഫോട്ടോയെടുത്താണ് കൂട്ടുകാർ പിരിഞ്ഞത്. നൊസ്റ്റാൾജിയ എന്ന പേരിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം പ്രധാനാധ്യാപിക ഡെയ്സി മാത്യു കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് അതുപോലുള്ള ചോദ്യപ്രയോഗങ്ങളൊക്കെ വളരെ കുറവായിട്ടാണ് കാണുന്നത്. ആ ഒരു രീതിയല്ല ഇന്ന് സ്കൂളിന്റെ രീതിയിൽ മൊത്തത്തിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നാലും സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വേറിട്ട അനുഭവമായി മാറി. സംഗമത്തിന്റെ ഭാഗമായി സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. സിറ്റി വിഷൻ സേനാപതി. ഡ്രാഗൺ ഷിറ്റോറിയോ കരാട്ടെയുടെ ഇടുക്കി ജില്ലയുടെ കരാട്ടെ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റ് നടത്തി. സെൻസായി അനൂപ് മണി വാളിയാങ്കൽ കുട്ടികളുടെ പ്രകടനങ്ങൾ വിലയിരുത്തി. ഇരട്ടയാർ ശാന്തിഗ്രാം സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ ജോസഫ് വട്ടപ്പാറ ബെൽറ്റ് സർട്ടിഫിക്കറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ഡ്രാഗൺ ഷിറ്റോയോ കരാട്ടെയുടെ ഇടുക്കി ജില്ലയുടെ കരാട്ടെ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റാണ് നടത്തിയത്. ഡ്രാഗൺ ഷിറ്റോറിയോ ഇടുക്കി ജില്ലാ സ്റ്റെൽ ചീഫും ചീഫ് ഇൻസ്ട്രക്ടറുമായ സെൻസായി അനൂപ് മണി വാളിയാങ്കലിൻ്റെയും ഡ്രാഗൺ ഷിറ്റോറിയോ ഇടുക്കി ജില്ലാ ചെയർമാൻ സെൻസായി സന്തോഷ് കുമാർ മഞ്ഞാടിയുടെയും നേതൃത്വത്തിലാണ് കുട്ടികളുടെ പ്രകടനങ്ങൾ വിലയിരുത്തിയത്. ഇരട്ടയാർ ശാന്തിഗ്രാം സെന്റ് ജോസഫ് പാരിഷ് ഹാളിൽ നടത്തിയ ടെസ്റ്റിൽ ശാന്തിഗ്രാം സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ ജോസഫ് വട്ടപ്പാറ ബെൽറ്റ് സർട്ടിഫിക്കറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ളതായിട്ടുള്ളത് അവൻ്റെ ആരോഗ്യമാണ്. ഏറ്റവും നല്ല ആരോഗ്യമുള്ളവർക്കാണ് കരുത്തായിട്ട് ജീവിതം മുമ്പോട്ട് നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ ഒരു ആയോധന കല അഭ്യസിക്കുന്നതിനുമൊക്കെ ആയിട്ടാണ് ഇന്ന് ഇവിടെ ആയിരിക്കുക. നിങ്ങൾ ഒരു വർഷമൊക്കെ ആയിട്ട് നല്ല പരിശീലനത്തിനായിരുന്നു, കഠിനമായിട്ടുള്ള പരിശീലനങ്ങളായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഇവിടെ കാണുന്നൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പരിശീലനങ്ങളും നിങ്ങളുടെ പ്രകടനങ്ങളൊക്കെ. അപ്പം നിങ്ങൾ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ടായിരുന്നു. ടെസ്റ്റിൽ 50ഓളം കുട്ടികൾ പങ്കെടുത്തു. സെൻസായിമാരായ അർഷിത ടി മുഴൂർ, ശ്രേയ സന്തോഷ്, കൈലാസ്നാഥ് ബി, ശ്രദ്ധ സന്തോഷ്, കാശിനന്ദ ബി, ബിനു സെബാസ്റ്റ്യൻ എന്നിവർ ടെസ്റ്റിന് നേതൃത്വം നൽകി. സിറ്റി വിഷൻ ഇടുക്കി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്.
സ്വർണം ഗ്രാമിന് 14,120 രൂപ, പവന് 1,12,960 രൂപ, വെള്ളി ഗ്രാമിന് 270 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വേനൽച്ചൂട് കടുത്തതോടെ ഇടുക്കി ചെറുതോണിപ്പുഴയിൽ വിനോദസഞ്ചാരികളുടെയും വിദ്യാർത്ഥികളുടെയും വൻ തിരക്കാണ്. എന്നാൽ യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളോ മുന്നറിയിപ്പ് ബോർഡുകളോ ഇല്ലാതെയാണ് പലരും ഈ മരണക്കയങ്ങളിലേക്ക് ഇറങ്ങുന്നത്. അടിമാലി വാളറ കുളമാങ്കുഴി മേഖലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റക്കൊമ്പൻ എന്ന വിളിപ്പേരുള്ള കാട്ടാന കൃഷിനാശം വരുത്തുന്നതായി പരാതി. ഇടമലക്കുടി റേഷൻ തട്ടിപ്പ് സംബന്ധിച്ച് വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തെ തുടർന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2 സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. സേനാപതി മേലേച്ച് പിണ്ണറിന് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട ജീപ്പ് താഴ്ചയിലേക്ക് പതിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.